നമ്മൾ ചോറും അവിയലും കൂടാണ്. അവിയലാണ് വയ്ക്കുന്നത്. ചോറ് കലം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറ് വേവാറായി. ശകലം വെളിച്ചെണ്ണ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. വച്ച തേങ്ങയുടെ അരപ്പ് ഈ അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അവിയൽ നല്ലൊരു വെന്തു. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അവിയൽ റെഡിയായി. നമ്മുടെ ഉണക്കമീൻ മറക്കാനുള്ള ഇട്ട് എവിടെ പോണേ? അവിടുത്തെ അമ്പലത്തിന്റെ ഇതില്ലേ, അവിടെ സ്ഥലമില്ലേ, ആൽത്തറയോ? അതെ, അവിടെ തന്നെ. അവിടെ തന്നെ അതാ അവിടെ തന്നെ ആയിരുന്നല്ലേ ഇതിനു മുമ്പും പോകുന്നായിരുന്നു. ഇതിനു മുമ്പ് അച്ഛന് പോണോ അവിടെ? അതല്ല, അത് അവിടെ അന്ന് പറഞ്ഞതാ പോകുന്ന കാര്യത്തെ പറ്റി. അതിനു മുമ്പ് അച്ഛന് പോണോ അപ്പം? അത് ഞാനോ? അതല്ലേ പറഞ്ഞ, അത് ഞാൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാനുള്ളൂ എന്ന് വിചാരിച്ച് വിളിച്ചു കാണുമെന്നെ. അച്ഛൻ ആരെ കാണണം? എൻ്റെ മോനുണ്ടല്ലോ, ആരാ? സതീശൻ്റെ അതെ അതെ അതെ. പിന്നെന്ന് പറഞ്ഞ ഞാൻ കൂടെ ചെല്ലും അവരുടെ കൂടെ. കാരണം അവരുടെ വീട്ടിൻ്റെ അടുത്ത് എഴുതുന്ന അച്ഛാ, നമുക്കൊരു കാര്യം, സതീഷ് ഇപ്പോൾ ഉണ്ട്. സതീഷ് അതാണ്ട് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ചോറുണ്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് പോരെ? ശരി, ആയിക്കോട്ടെ. യെസ്, ഓക്കെ ഓക്കെ. അതിനെന്താ കഴിക്കുന്നത്? ചോറിട്ട് പോ. യെസ്, കഴിക്കാം. ഇന്ന് രാവിലെ തൊട്ട് അച്ഛൻ മുണ്ടെടുക്കാതെ നടക്കും. ഷർട്ട് മാത്രം 2 ഷർട്ട് ഇട്ടിരിക്കും. ഏറ്റവും അവസാനം ഞാൻ പാട് വെട്ടിട്ട് ഇപ്പോഴും മുണ്ട് കയ്യിൽ വേറെ രീതിയിൽ അച്ഛൻ കൊടുത്തേക്കുന്നത്. അച്ഛൻ ചില സമയത്ത് അച്ഛൻ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. ഇല്ലേ? പറഞ്ഞാൽ കേൾക്കത്തില്ല. സമയം 12 മണിയാവുന്നു. നമുക്ക് എപ്പോൾ കഴിക്കണം അച്ഛാ? എനിക്ക് അങ്ങനെ യാതൊരു നിർബന്ധ കാര്യം. 12 കഴിക്കാം കേട്ടോ. അത്രേ മതി. നമുക്ക് ലഘുവായിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിക്കുമെന്നുള്ള. ലഘുവായിട്ട് എന്തോ കഴിക്കുന്നത്? അങ്ങനൊന്നും ലഘുവായിട്ട് എന്തോ കഴിക്കുന്നത്? ഒന്നുമില്ല. ലഘു ഭക്ഷണം എന്തൊക്കെയാ? ഇത് ചാപ്പാട് തരും. ചാപ്പാട് തരുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് വല്ല സാമ്പാരിയോ അല്ലെങ്കിൽ സാമ്പാറോ കൊണ്ടാന്ന് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നല്ലോ അവിടെ. നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ അവിടുത്തെ അതെ, അത്രയേ ഉള്ളൂ. അതിന് വേറെ അധികം വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. അത് തൊട്ട് അവർ മനസ്സിൽ പറഞ്ഞതാ. അതെ അതെ അതെ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫോനൊക്കെ ഇവിടെ ഇരിക്കും. ചോറാകുമ്പോൾ ഞാൻ വിളിക്കും കേട്ടോ. അവിടെ ഇരുന്നു, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നോ അച്ഛാ? അവിടെ ഇരിക്കും. ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇരിക്കും. ഈ സാറിന് അറിയാവോ എന്നെ? ഈ സാറിനെ അറിയാവോ എന്നെ? എന്നെ അറിയാവോ? എന്നെ അറിയാവോ? അല്ല, എന്നെ അറിയാവോ? ഞാൻ അല്ല, ഞാനാരാ? ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പോകത്തില്ല. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഒരിടത്തും പോയിട്ടില്ല. ഞാൻ എങ്ങും പോയിട്ടുമില്ല. വാങ്ങിക്കാൻ ഇല്ല. എവിടെ തട്ടി? പശു? അച്ഛൻ പശുവിൻ്റെ അടുത്തപ്പം പോയി. അത് എന്നെ വീട്ടിലുള്ളത്. അത് അതിനപ്പുറത്ത് വീട്ടില് മാസം നമ്മുടെ സതീശൻ പിള്ളേ അതവിടെ ഉണ്ട്. അത് വന്ന് അത് പശു ഉണ്ടല്ലോ, പശുവിന്റെ അതിന്റെ ജീവനോട് വിളിച്ചാടെ വന്നപ്പോൾ തള്ള എടുത്ത് ഒന്ന് നിന്ന് തമ്മിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നെറ്റി തട്ടി അങ്ങോട്ട്. അതാണ് കാര്യം. സതീശൻ പിള്ളക്ക് പശു ഉണ്ടോ? സതീശൻ പിള്ളക്ക് പശു ഉണ്ടോ? അപ്പുറത്തല്ലേ അച്ഛൻ എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. പശുവിനെ അത് പശുവിന്റെ കെട്ടെല്ലാം അതാണ് അമ്പലത്തിന്റെ അടുത്ത് നടത്തും. പിന്നെ അവര് അങ്ങനെ തിരിച്ച് പോകും. ചുരുക്കം പറഞ്ഞു അതൊക്കെയാ പ്രശ്നങ്ങള്. അതെ അതെ
അതൊക്കെ ചിലപ്പോൾ ഒന്നും ശരിയാവത്തില്ല. കുടിച്ചോ? ഞാനോ ആ. ഇപ്പോഴോ രാവിലെ കാപ്പി കുടിച്ചോ? രാവിലെ ആ. എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചു. പിന്നെ എന്തോ കഴിച്ചു? ഇത്രയേ ഉള്ളു. അത് ഇത്രയെന്ന് പറയുന്നത് 2-3 ദോശ വാങ്ങിച്ച് കഴിക്കും. അത് കറക്റ്റായിട്ട് 3 ദോശ കഴിച്ചു. സതീഷ് കാണും. സതീഷോ മോനോ? മോൻ ആരാ മോൻ? എന്ത് സതീശൻ മോന്റെ ഒരു സതീഷ് എന്നാണോ? സതീഷ് പുള്ളി എന്തോ ഇന്ന് സതീഷ് അവിടെ വരുമല്ലോ. എവിടെ? അവന്റെ വീട്ടിൽ തങ്കമണിയുടെ വീടല്ലേ, തങ്കമണിയുടെ വീട്. അവിടെ ഇരിക്കും. അത്ര മോനെ കാണാറുണ്ടോ? അതെ, അവിടെ വരും. അവിടെ നിന്നല്ല കഴിക്കുന്നതാണ് അവിടെ. അതെ. മോൻ എന്ത് പറയുന്നു? അതെ സതീഷോ? സതീഷ് വേറെ പോകുന്ന പരിപാടിക്കൊന്നും പോകത്തൊന്നുമില്ല. പുള്ളി വീട്ടിൽ തന്നെ കാണും. വീട്ടിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ആ കടയിൽ നിന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ കടയിൽ നിന്നോ പോയി വാങ്ങിച്ചോണ്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളി വീട്ടിൽ കാണും. അപ്പം യെസ്, അവൻ എപ്പോഴും കാണുമല്ലോ. തങ്കമണിയോ? വീട്ടിൽ തങ്കമണി ഉണ്ടോ? വീട്ടിലുണ്ട്. ഉണ്ട്. കാണാറുണ്ടോ അച്ഛൻ? തങ്കമണി കാണാറുണ്ടോ? അതൊന്നുമില്ല. ഇല്ല. അങ്ങനെയല്ല, ആ ഇവിടെ കുടുംബത്തിന്റെ ആ ഏരിയയിൽ തന്നെയാണ്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. അച്ഛൻ അറിഞ്ഞൂടാ. അച്ഛൻ ഇപ്പോഴും അറിയത്തില്ല ഇതൊന്നും. അച്ഛൻ എപ്പോഴും അമ്മ വിളിച്ചുകൊണ്ട് നടക്കും. അപ്പുറത്തെ വീട്ടിൽ ആര് കാണും? അച്ഛൻ ചോറും തൈരും അവിയലും ഉണക്കമീൻ. ഞങ്ങളന്ന് കറി കുറവാണ്. ഇന്ന് വെജിറ്റേറിയൻ്റെ ടൈപ്പ് കഴിക്കാന്ന്. ചെറിയ ഉണക്കമീനും അത് അവിയല. നല്ല അവിയലല്ലേ ഇത്? ഉണക്കമീൻ, ഇത് അവിയല്, ചോറ്, തൈര്. ഇത് ഞാൻ ഇത് ഇട്ടുതരാം. ഇതെന്ന് വെച്ചാൽ ഉണക്കമീനാണ്. ഈ ഉണക്കമീനും ചോറും കൂടെ കൊണ്ടുകളാം. ഇവിടെ വെച്ചാൽ മതി. ഇങ്ങെടുക്ക്. ഞാൻ മാറ്റിക്കോളാം. അച്ഛൻ കഴിക്കാൻ പറഞ്ഞിട്ട് പോയി. പിള്ളച്ചേട്ടൻ പറഞ്ഞു അച്ഛൻ കഴിച്ചിട്ട് പോയി. നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ പിള്ളച്ചേട്ടൻ, എനിക്കൊന്ന് അച്ഛനോട് അങ്ങോട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് പിള്ളച്ചേട്ടൻ. ഇടക്കിടയ്ക്ക് പിള്ളച്ചേട്ടൻ എന്ന് പറയും. പിള്ളച്ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. അപ്പം അച്ഛൻ ചോറ് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചേട്ട്. ഇടുമ്പോഴേ ഉണക്കമീനോട് കഴിക്കും. അതവിടെ സൈഡിൽ വെച്ചോ. അവിടെ അവിടെ വെച്ചേക്ക്. ഞാൻ എടുത്തോളാം. അച്ഛനടുത്ത് കളയണ്ട. ഇവിടെ വെച്ചേക്ക്. ഇട്ടോ. ചോറ് കഴിക്കുക. മാറ്റി. ഉണക്കമീൻ്റെ അച്ഛൻ ഉണക്കമീൻ്റെ പൊടിയാണ് അത്. ഇത് അവയില്ലാത്തുള്ള അതൊക്കെ കഴിച്ചിട്ടാ നല്ലയാ. അതെന്ത് സാറേ വേണ്ടാത്ത? സാറ് കഴിക്കുക. അവിയലും തൈരും കൂടെ കഴിക്കുന്നത് നല്ല അച്ഛൻ. ഉണക്കമീനുണ്ട്. ഉണക്കമീനെല്ലാം പൊടിച്ചിട്ട് കൊടുത്തു. ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരം ചോറും ഉണക്കമീനും തൈരും നല്ല അവിയലും. ഇനി അവിയൽ വേണോ അച്ഛൻ? അവിയൽ വേണോ? അവിയൽ വേണോ? വേണം. തൈര് വേണോ? ഇത് നല്ലപോലെ കഴിച്ചട്ടെ. എനിക്ക് കഴിക്കാൻ എടുത്തു വെച്ചു. ചോറ്, അവിയൽ, ഉണക്കമീൻ, മാങ്ങ. അച്ഛൻ മാങ്ങ കൂട്ടത്തില്ല. അതുകൊണ്ട് അച്ഛൻ കഴിച്ചു കഴിഞ്ഞാ? അച്ഛൻ നല്ല കഴിച്ചു. പകുതി കഴിച്ചു.
ഇന്ന് രാത്രിയിൽ കഞ്ഞി കുടിക്കുക. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഒരു സർവീസിങ്ങിൻ്റെ ആവശ്യമായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ കൊടുത്തായിരുന്നു. അത് കൊടുത്തിട്ട് ഞാൻ വന്നേ ഉള്ളൂ. ശകലം കുടിക്കുക. അത്രയും മതി കുടിക്കാനേ. ഓ ഒന്നും കൂടെ ശകലം എടുത്ത് ആ വെള്ളം കൂടെ ചെല്ലുമ്പോഴേച്ചാ വയറ്റിന് നല്ല കേട്ടോ. കുറച്ചുകൂടെ എടുത്തിട്ടേ കുടിച്ചോട്ടെ. കുറച്ചുകൂടെ അല്ലേ ഉള്ളു കുടി. അതോടെ കുടിച്ചിട്ട് കൈ കഴുകാം നമുക്ക്. അതോടെ കുടിച്ചിട്ടേ കൈ കഴുകാം. കുടി. ഓക്കെ, അടിപൊളി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിയലും ഉണക്കമീനും തൈരുമായിരുന്നു. രാത്രി കഞ്ഞി. ഓക്കെ അച്ഛാ, മതിയോ? അച്ഛൻ കുടിച്ചിട്ട് കുറച്ച് കുടിച്ചുള്ളൂ. രാത്രി അത്രയും മതി. ഓക്കെ അച്ഛാ, ഗുഡ് നൈറ്റ്.